ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ഗെയിം അല്ല ഒരു കപ്പിൾ ഗെയിം. അതെ, എന്തായിരിക്കും? കപ്പിൾ ചാലഞ്ച്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവളോടും അനുരോധനോടും ഞാൻ ചോദിക്കും. എന്റെ കയ്യിലുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാനിത് അവരോടും ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻസർ സെയിം ആണെങ്കിൽ മാർക്ക് ഉണ്ടാവും. രണ്ടാളും ഡിഫറെന്റ് ആൻസർ ചെയ്താണെങ്കിൽ ഓക്കെ, മാർക്ക് പോകും. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം അല്ലെ? രണ്ടാളും റെഡി അല്ലേ? ഓ, റെഡിയാണ്. ഇവിടെ നടക്കും, മിക്കവാറും അടിയൊക്കെ ഉണ്ടാവും. അങ്കമായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോരട്ടെ. അനുരാജ് വാങ്ങിത്തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് എന്താ? ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ? ആദ്യത്തെ വാങ്ങിത്തന്ന, നിനക്ക് വാങ്ങിത്തന്ന ആദ്യത്തെ ഗിഫ്റ്റ് എന്താ? സത്യമായിട്ട് എഴുതിക്കോ. എനിക്കറിയാം, ഇതെങ്ങാണ് തെറ്റിച്ചാൽ ഇതിന്റെ ആൻസർ നമുക്ക് ഇപ്പൊ പറയണോ അത് ലാസ്റ്റ് പറയും? ഇപ്പൊ തന്നെ പറയാം അല്ലെ? പറയണം. ഓക്കെ, ഇവള് എഴുതി തന്നത് ചുരിദാർ, ഇവർ എഴുതിയത് റിങ്. എൻഗേജ്മെന്റിനല്ലാണ്ട് ബാക്കി ഇവരായിക്കോട്ടെ. എൻഗേജ്മെന്റിന്റെ റിംഗല്ലേ ഉള്ളൂ, അത് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ്. പക്ഷെ അത് അതിന് മുമ്പ് ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പൊ ചുരിദാർ. അപ്പൊ നിനക്കട തെറ്റ്. ഇഷ്ടം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പെണ്ണ് കാണാൻ വന്ന ഡേ മന്ത് എഴുതണം, ഏതാ ദിവസം അത് എഴുതണം കേട്ടോ. പെണ്ണ് കാണാൻ വന്ന ഇതില് ഞങ്ങൾ രണ്ടും തെറ്റും. ഞാനിങ്ങനെ കുറച്ച് മറിച്ചൊക്കെ ഇരിക്കാം. പെണ്ണ് കാണാൻ വന്നല്ലേ? പെണ്ണ് കാണാൻ വന്ന ഡേറ്റും വന്നും എല്ലാം എഴുതണം. ഇപ്പൊ ആ ഒരു തിങ്കൾ ചൊവ്വ അതില്ലേലും കുഴപ്പമൊന്നുമില്ല. ആ മാസം അത് ഒക്കെ വേണം. ഏത് മാസമാണ്, ഏത് ഡേ ആണ്. ഞാൻ എഴുതി കേട്ടോ. അത് രണ്ടും അവിടെ എഴുതിയോ? ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇവിടെ എഴുതിയത് ഒക്ടോബർ. ഏത് ഡേ ഏതാ? ഡേ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇത് സെപ്റ്റംബർ. എന്താണ് തെറ്റോ? ഒരാൾ ഒക്ടോബറോ ഒരാൾ സെപ്റ്റംബർ ആണ്. ഒക്ടോബറിലല്ലേ വന്നേ? നിങ്ങൾ ഡിസൈഡ് ചെയ്യും, ഇവർ ഡിസൈഡ് ചെയ്യട്ടെ. ഒക്ടോബർ ആണോ സെപ്റ്റംബർ ആണോ? ഒക്ടോബർ. വീട്ടിൽ വിളിച്ചിട്ട് അതിന് കൺഫേം ചെയ്യാട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എൻഗേജ്മെന്റിന് രോഹിത് ഏറ്റ ഡ്രസ്സിന്റെ കളർ. എൻഗേജ്മെന്റിന് രോഹിത് ഏറ്റ ഡ്രസ്സിന്റെ കളർ എന്താ? പീച്ച്. പിങ്ക്. പക്ഷെ രണ്ടോടെ മിക്സ് ആയിരുന്നു, ഏകദേശം അവരിതായിരുന്നു. അപ്പൊ രണ്ടും ഏതാണ്? പിങ്ക് ആൻഡ് പീച്ച് ഏതാണോ? പിങ്ക് ആൻഡ് പീച്ച് ആയിരുന്നു. ഇതിന് മാർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. പിങ്കും പീച്ചും ഏകദേശം ഒരു കളറായ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഞാൻ എന്തായാലും മാർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത് വരട്ടെ. ചോദിച്ചോളാ, ഈ ടെൻഷൻ കേട്ടാ. അൻവി ജനിച്ച ടൈം, ഡേ ആൻഡ് ഇയർ. ടൈമും വേണം. ഡേയും ഡേറ്റും മാത്രം പോരാ, ടൈമും വേണം. നോക്കാലോ ആർക്കാണ് അൻവിനോട് ടൈം. ടൈമും വേണം അല്ലേ? ടൈം വേണം. പിന്നെ ഇങ്ങോട്ട് വെക്ക്, കളനാണ്. അത് ഓർമ്മയില്ല. ഓട്ടം മൊത്തം ഇങ്ങോട്ടാ. അത് ഓർമ്മയില്ല. നോക്കട്ടെ, 2019 17 ജൂൺ 4/10 അല്ലേ? എന്താ എഴുതിയത്? 17 ജൂണ് 2017. ഞാൻ ഇതിൽ നിന്നുണ്ടല്ലോ കേട്ടോ. 17 എനിക്കിനി മുന്നോട്ട് 17 ഇത് 17. എന്തായാലും സമയം തെറ്റാണ്. ഒരാള് 4 മണി, ഒരാള് 4:10 സത്യം പറഞ്ഞ മനുഷ്യ ഇന്നിവിടെ അംഗം നടക്കും. ഇല്ല, എനിക്ക് ഇതേ വേണ്ട. ഇതോടെ 0 മാർക്ക് വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങുവാണ്. വേറെ എന്ത് തെറ്റിച്ചാലും ഇത് തെറ്റിക്കരുത് കേട്ടോ. ഈശ്വര, ഒരു പോയിന്റ് പോലില്ല ഇപ്പൊ വന്ന് നോക്കാം. ഇനി ശരിയാക്കി എഴുതിയില്ലെങ്കിൽ എന്തൊരു തീരുമാനം നടക്കുന്നേ. നിങ്ങൾ രണ്ടാളും ഫസ്റ്റ് കണ്ട മൂവി ഏതാ? അത് ഇനി ഓർമ്മയില്ലേ? അതിൽ പറഞ്ഞോ, അത് കല്യാണത്തിന് മുന്നേ ആണോ ശേഷമാണോ എനിക്ക് പറയാം. ഏതാ? എനിക്ക് അവിടുത്തെ ആദ്യം അറിയണ്ടേ. ബാഹുബലി. ഫസ്റ്റ് ഒരു മാർക്ക് കിട്ടി. 2 മാർക്ക്. മറ്റേത് ഞാൻ കൊടുത്തോണ്ട് അത് വേണമെങ്കിൽ പറയാം. രോഹിതക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് ഏതാണ്? ഇഷ്ടമുള്ളത് കംഫർട്ട് ആയത് നിങ്ങൾ ഒരു ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതാവാം, അല്ലാണ്ട് ഡെയിലി വെയർ അല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഇടാം.
ഇത് അവിടെ വായിക്കാം എന്നിട്ട് മതി ഇവിടെ സെറ്റും കൊണ്ടു ശരിയാണ് ശരിയാണ് ശരിയാണ്. അപ്പൊ 3 പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എന്ത് ഉടായ്പ ക്വസ്റ്റ്യൻ ആയിട്ടാണോ വന്നേക്കണേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പോരട്ടെ. നിങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് അയച്ച മെസ്സേജ് എന്താണ്? ഫോണില് ഫസ്റ്റ് ഒരു മെസ്സേജ് അയക്കുമല്ലോ, ജസ്റ്റ് ഒരു ഹായ് മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു വേർഡ് അല്ലേ ഹായ് അയക്കുന്നതിന് ഇപ്പൊ അത് കോമൺ, എല്ലാരും ഹായ് പറഞ്ഞൊക്കെ തുടങ്ങാം. അപ്പൊ അതിന്റെ കൂടെ എന്താ തുടങ്ങിയത്? അതാണ് മെയിൻ ആയിട്ട് വേണം. എന്തോ ഹായ് ചിന്നു. യെസ്, ഹായ് ചിന്നു. ഇത് കറക്റ്റ് ആട്ടോ രണ്ടാളും. ഓക്കെ, ഇനി നെക്സ്റ്റ്. പോരട്ടെ. ശരിയായിട്ടുണ്ട്. മൂന്നല്ല 4 ഇതോടെ കൂടി 4. ഓക്കെ, രോഹിത SLC പാസ്സായ ഇയർ. എഴുതിക്കോ, അത് തെറ്റിക്കും. അതെഴുതാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല. എഴുത് എവിടെ ആലോചിച്ചോണ്ടിരിക്കല്ലേ മോനെ. ഞാൻ എഴുതി കഴിഞ്ഞു കേട്ടോ. അല്ല, എനിക്ക് കേക്കണം, അവിടെ നിന്ന് എന്താ വരുന്നത് കേക്കണം. നിങ്ങളെ കല്യാണം എപ്പോഴാണ്? 2017. അപ്പൊ അന്നാണോ നീ SLC ചെയ്ത്? 2017. ഞാൻ ഈ ഗെയിമിലില്ല. ഇനി SLC എക്സാം എഴുതിയിട്ട് വന്ന് കിട്ടിയതാ. അത് തെറ്റിപ്പോയതാ. 1994, 2004, 2007 എഴുതാൻ വേണ്ടി വന്ന 2017. എന്നാലും എന്റെ മോനെ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞ വർഷം. എന്നാലും എല്ലാം പോട്ടെ. 2007, 2011 വരെ പോട്ടെ. 2017 എന്തുണ്ട്? അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞത് വെച്ചിട്ട് ഓനെ തെറ്റിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ SSLC എക്സാം കഴിഞ്ഞിട്ടാണ് പോയി കല്യാണം കഴിച്ചത്. ഇന്ന് പട്ടിണിയാണ്. പട്ടിണിയല്ല, ഇനി ജീവനോടെ ഉണ്ടാവുമെന്നാണ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യനായി? 8 ക്വസ്റ്റ്യനായി. ഓക്കെ, ഇനി അടുത്തത്. ഞങ്ങൾ ഭയങ്കര പൊരുത്തോ. എന്താന്ന് അറിഞ്ഞൂടാ. ഇത് ശരിയായിരിക്കും എനിക്ക് വിചാരിക്കുന്നത്. അനുരാജ് ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ്? കേരള അല്ല, അതാണ് കേരള. അവൻ പോയിൽ വെച്ചിട്ട് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമല്ലോ. ഞാൻ ഇവിടെ പോയപ്പോ ഒന്നാമത് പോസ്റ്റിംഗ് നിങ്ങൾക്ക് പോയ സമയത്ത് പറയുമല്ലോ, ഇത് അവിടെ ഭയങ്കര ഇഷ്ടമാണ്, അവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു സ്ഥലം. അങ്ങനെ പറയുമ്പോ ഞാൻ പ്ലേസ് ചെയ്തു. അതാണോ എഴുതുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. കാരണം ഇവന് ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടമല്ല. അവന് ഇഷ്ടപ്പെട്ടത്, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, ശ്രീനഗർ. രണ്ടുപേരും ശ്രീനഗർ. എനിക്ക് ഉറപ്പായിരുന്നു അടിപൊളി സ്ഥലമാണല്ലോ. അതെ, ഭാഗ്യം. അപ്പൊ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിച്ചു. രോഹിതന്റെ ഷൂസിന്റെ സൈസ് എനിക്ക് ഡൗട്ടാ. ഏതാ നമ്പർ? നമ്പർ നീ ഇങ്ങോട്ട് വെച്ചേരി. ഇവനെ ആണുക്കളതാ. 2 ടൈപ്പിൽ എഴുതുമല്ലോ. 2 ടൈപ്പിൽ ഏതായാലും ഒരു ഉത്തരേ ഉള്ളൂ. അതായാലും ഇത് UK എഴുതിയാലും ഇത് എഴുതിയാലും ഉത്തരം ഒന്നാണ്, സെയിം. ഏതെങ്കിലും എഴുതിയ പോലെ മാറ്റിക്കാം. എനിക്ക് തന്നെ ഇപ്പൊ ഡൗട്ട്. നോക്കട്ടെ. 49. സെയിം അല്ലേ? 49 സെയിം ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യട്ടെ. അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ 9 എഴുതാൻ വന്നു സത്യമായിട്ടും. 40 എന്നാ മനസ്സിലായില്ല. ഓക്കെ, ഇത് സൈസ് കറക്റ്റ് അല്ല. 40 എന്ന് പറയുമ്പോ ഏതാ വരിക? ഞാൻ ക്യാമറമാനോട് ചോദിച്ചോട്ടെ. 8 ആണോ? ഓക്കെ, 40 എന്ന് പറയുമ്പോ 8 ആണെന്നാ പറയുന്നത്. ഞാൻ ശരിക്കും 9 എഴുതാൻ വന്നത്. എന്തായാലും തെറ്റി. ഓക്കെ, ഒരാള് എഴുതിയത് 14 ഒരാൾ എഴുതിയത് 9 ആണ്. പക്ഷെ നമ്മള് ചെക്ക് ചെയ്തുമ്പോ കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല. ഞാനിതിൽ 8.5ഉം 9ഉം ആണ് കാണിക്കുന്നത്. അപ്പൊ സൈസ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കറക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ കമന്റ് ചെയ്തോ. ഞങ്ങൾ ഇത് എന്തായാലും മാർക്ക് കൊടുക്കുന്നില്ല. ഒരു പോയിന്റെങ്കിലും തരണം. കാരണം ഞാൻ 9 ആണ് എഴുതാൻ വന്നത്. പിന്നെ അവിടെ ഇനി മിക്കവാറും 14 എന്നൊക്കെ എഴുതുമോന്ന് ഡൗട്ട് വന്നോണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് എന്തായാലും കൊടുക്കുന്നില്ല. സെയിം അല്ലേ? അപ്പൊ അടുത്തത് നെക്സ്റ്റ് പറയട്ടെ. ഇനി അടുത്തേക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അനുരാജ് ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫോൺ, ഫസ്റ്റ് വാങ്ങിച്ചല്ല, മാരേജിന് ശേഷം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. എഴുതിയോ? അവിടെ നോക്കിയിട്ട് ഞാനിത് കാണിക്കുന്നത്. ഐഫോൺ. സമാധാനം. ഐഫോൺ ഏതാണെന്ന് ചോദിക്കണം. വേണ്ട, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. വേണേ കൂടി ചോദിക്കാം. പിന്നെ പാവല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്.
പറ്റൂ. അനുരാജിന്റെ അണ്ടർവെയറിന്റെ സൈസ് എത്രയാ? അണ്ടർവെയറിന്റെ സൈസ് അതിന് മറ്റേ പ്രശ്നമൊന്നുമില്ല, എഴുതിക്കോ. എനിക്ക് ആദ്യം ഡൗട്ട് അടിക്കായിരുന്നു. ആ പറട്ടെ, ഇത് ഈ സൈസ് അല്ലേ? ഇവിടെ എഴുതിയത് 90. ഓക്കെ, ഒരു ജനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു 36. എനിക്കറിയാം ഇതെന്താ എഴുതിയതിന്റെ. എനിക്ക് ആ ഡൗട്ട്. ഞാൻ 36, 90 ഉണ്ടാവും, 80 ഉണ്ടാവും. പാന്റിന്റെ സൈസ് അല്ല ഞാൻ ചോദിച്ചതായിരുന്നു. അല്ല, എനിക്ക് അത് ആദ്യം ഡൗട്ട് അടിച്ചു. പാന്റിന്റെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അത് ഇതിന്റെ ഉദ്ദേശത്തിലാണ് 36 എഴുതിയത്. ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനാണ് എല്ലാം പോയി. സൈസ് പോലെ അറിയത്തില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ വാങ്ങി കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇവരെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. 12ല് 6 മാർക്ക് ഉണ്ടാ. വെരി ക്ഷാമ. ഇതിൽ പിങ്കു പീച്ചു നിങ്ങൾ കമന്റ് ചെയ്യണം, അതുപോലെ 9 നിങ്ങൾ കമന്റ് ചെയ്തോ. ഓക്കെ, 1 2 3 4 6 ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, പകുതി മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇനി നമ്മളതാണ് കാണിച്ചു തരാം മക്കളെ. ഇനി അടുത്ത അംഗൻവാടിയിൽ പോവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തേക്ക് പോകാം. ഓക്കെ, അപ്പം ഇനി എന്റെ ഊഴമാണ്. ഇന്ന് ഇവർക്കിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? രണ്ടുപേരും റെഡിയാണോ? റെഡി. രണ്ടുപേരും കോപ്പി അടിച്ചേക്കല്ലേ? അത് നമ്മളെ കളനാന്റെ പണിയാണ്. അപ്പൊ എന്നാലാ ജെട്ടിക്കഥ എനിക്ക് മറക്കാൻ പറ്റില്ല. അയ്യോ, ഇതിലായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ. ടെൻഷൻ ഉണ്ടോ? അതായത് സ്റ്റെഫിക്ക്, അതായത് ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസ് എവിടെയായിരിക്കും? പ്രോപ്പർ പ്ലേസ് ഏതാ? ഒരു ഇന്ത്യക്ക് പുറത്തായിരിക്കും. എവിടെയാണെന്ന് ഓർത്തൊക്കെ വേഗം എഴുതിയിട്ടുണ്ട്. എനിക്ക് എഴുതാനോ? എനിക്ക് ഇഷ്ടമുള്ള ഇവിടെ കുറച്ച് ആലോചനയാണെന്ന് തോന്നുന്നു. എഴുതാൻ അറിയില്ല അത്രയ്ക്ക് ഹൃത്തേണ്ട പ്ലേസ് ആണത്. യൂറോപ്പ്, UK. അപ്പം അവിടെ ഒരു പോയിന്റ് പോയേക്കുവാണ്. ഇവര് മിക്കവാറും സ്കോർ ചെയ്യുന്നതാണ്. സോറി, ഞാൻ എന്റെ ഭാഷയിലൊക്കെ പറഞ്ഞതാണ്. ഒരു പോയിന്റ് പോയിട്ടുണ്ടെന്നാ പറഞ്ഞേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അതായത് നിങ്ങള് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ പ്ലേസ്, നിങ്ങൾ മാത്രം, നിങ്ങൾ 2 പേര് മാത്രം പോയ പ്ലേസ് ഏതായിരിക്കും? നിങ്ങൾ മാത്രം കേട്ടോ. സിമ്പിൾ ആണ്. ഗുരുവായൂർ. ഓ, ഭക്തിമാർഗത്തിലോടാണ്. അല്ലാതെ പോയിട്ടുണ്ട്. മിഥുനൻ സ്റ്റൈലൊരു ഗോവയ്ക്ക് ഫാമിലി മൊത്തം. മാത്രം പോയത് അതും കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ പോയതാ. ഇത് തന്നെ അറിയായിരിക്കും. ജിബിൻ സാറിന്റെ ഫേവറേറ്റ് ആക്ട്രസ്. ഇത് നിങ്ങൾ അറിയാവുന്നവരും കൂടി ഗസ് ചെയ്യണം. ഇത് ഇവനെ അറിയുന്ന ഒരുവിധം ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല എഴുതി കഴിഞ്ഞാ എന്താ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആൻസർ ഹണി റോസ് ആവുന്നു. ഞാൻ ഓർത്തുവല്ലോ ശോഭന, അൽപന എന്നൊക്കെ പറയാന്ന് ഓർത്തു. കാവ്യമാധവൻ, മഞ്ജു വാര്യർ എന്നൊക്കെ ഓർത്തപ്പോ ഹണി റോസ്. മമ്മൂട്ടി. പിന്നെ നമ്മുടെ സ്റ്റെഫിയുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് പറയും. എന്നാലും ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, അത് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് എല്ലാം തോന്നുന്ന എന്നെ കുറിച്ചിട്ട് എന്തായിരിക്കും? എഴുതി കഴിഞ്ഞു. വാശി എന്താ എഴുതിയ? ഇതിന് പോയിട്ടില്ല. ഒരുമിച്ച് ചെയ്താണെങ്കിൽ ഞാൻ ഓർത്തു ഇവള് അത് ദേഷ്യം എഴുതുന്നു. അതാ രണ്ടും പറയല്ലോ. എനിക്കറിയാം, രണ്ടു മാത്രമല്ല, അതിന്റെ കൂടെ കുറെ കൂട്ടി പറയാം. എല്ലാം കൂടി എഴുതാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഇതിലാട്ടോ തെറ്റിച്ചത്. അതെല്ലാം ഉണ്ട്. എനിക്ക് തെറ്റാൻ തോന്നുന്നില്ല, എല്ലാം മാറ്റണം.
അടുത്തത് ഐഡന്റിഫിക്കേഷൻ മാർക്ക്. രണ്ടുപേരുടെ എഴുതണം കേട്ടോ, ഓരോന്നോരോന്നും. ഐഡന്റിഫിക്കേഷൻ. എന്താ ഇത്ര ആലോചന? ഇങ്ങോട്ട് നോക്കണ്ട. പോരട്ടെ. എന്റെ അവിടെ എഴുതണം. രണ്ടുപേരുടെ എഴുതണം കേട്ടോ. അത്ര ഉറപ്പാണെന്ന്. ശരിയായിട്ടുള്ള എഴുതണം കേട്ടോ. തെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ ഞാൻ ഇവിടെ തറക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഇത്ര മാത്രം എഴുതാനുണ്ട്. പിന്നെ ഞാൻ എന്നെക്കാളും മുന്നേ ആദ്യം ജിബിൻ ബ്രോയുടെ പറ. ഞാൻ എഴുതിയത് എ ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് സൈഡ് ഫേസ്. ഇനി സ്റ്റെഫിയുടെ പറ. ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് സൈഡ് ഹാൻഡ് ഉണ്ട്. എവിടെ വേണമെങ്കിൽ എഴുതാലോ. നീ എന്താ അറിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് നിങ്ങൾക്കറിയാലോ, ഞാനാണ് മനസ്സിലാക്കിയത്. ശരീരത്തിലെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഒരു 10 കൊല്ലായി മനസ്സിലായി. അല്ല, ഞാൻ ശരിക്കും ഹണിറോസിന്റെ ശരീരത്തിൽ ഓ ആൻസർ പറയും ഉറപ്പാ. ഞാൻ ശരിക്കും ആ എഴുത്തൊക്കെ കണ്ടപ്പോ നന്നായിട്ട് നിന്നേക്കല്ല എവിടെയില്ല. പക്ഷെ കൈ കാണുന്നിടത്തൊക്കെ കയ്യിൽ മൊത്തം എല്ലാ കയ്യിലും ഉണ്ട്, കഴുത്തിലുണ്ട്. ആ എഴുതിയത് ശരിയായിരുന്നു. ഞാൻ ആ ഒരു പോയിന്റ് തന്നത്. പക്ഷെ ഇതിന് ഞാൻ പോയിന്റ് കൊടുക്കൂല. എന്താന്ന് വെച്ചാ എനിക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് മാറില്ല. എന്നാലും എന്താ എഴുതിയത്? അപ്പൊ അതിന് പോയിന്റ് ഇല്ല കേട്ടോ. അയ്യോ വേണ്ട. അടുത്തതേ, അതായത് ജിബിൻ ബ്രോയ് ഏത് മലയാള മാസത്തിലാണ് ജനിച്ചത്? നമുക്ക് ഇംഗ്ലീഷ് മാസം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷെ മലയാള മാസം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഞങ്ങള് നാട്ടില് മലയാള മാസം നിങ്ങൾ നാട്ടിലില്ലാരും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മലയാള മാസം ഒത്തിരി ക്ലൂ ഒന്നും വേണ്ട, അവിടെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. സത്യമായിട്ട് എനിക്ക് ഇതിന് ആൻസർ ഇതിൽ ക്ലൂ ഒന്നും ഇല്ല, അങ്ങ് എഴുതുക, അത് മതി. എഴുതൂല എന്നാലും ഏകദേശം. ഞങ്ങൾ അവിടെ ഈ ബർത്ത്ഡേ ഒന്നും മലയാള മാസം നോക്കൂല, ആരും നോക്കൂല. മാഹിൽ മലയാള മാസം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അമ്മയൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ശരിയായിരിക്കും, അമ്മമാരായിരിക്കും ഇത് കൂടുതൽ. എനിക്കൊന്നും അറിയില്ല. സത്യം പാറുവിന്റെ പോലും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ മലയാള മാസം അതെന്തായാലും എനിക്ക് ഉറപ്പായിട്ട് ഇത് കൺഫ്യൂഷൻ വരുന്നത് എനിക്കറിയാമോ. എന്നാലും ഇത് അറിയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞു. എന്താ എഴുതിയത്? എവിടെ എഴുതിയേ? ഓ, വിഷു വരുന്നത് മാഡത്തിനോ? എനിക്ക് അപ്പൊ അതില് പോയിന്റ് ഇല്ല കേട്ടോ, അതും പോയിട്ടുണ്ടേ. ഓക്കെ ഗൈസ്, പോയിരിക്കുന്നു. പക്ഷെ ഇതില് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ കേട്ടോ, ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ഇതിലൊന്നും എനിക്ക് സങ്കടം. അടുത്ത്, അതായത് സ്റ്റെഫി ഉണ്ടാക്കുന്ന ഫുഡില് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് മെയിൻ ഫുഡ് ആണ്. ഇത് എനിക്കറിയാം ഏതായിരിക്കും എഴുതാൻ പോകുന്നതെന്ന് ചിലപ്പോ എനിക്കറിയാം കേട്ടോ. ഇതെല്ലാരും എന്നെ കൊണ്ട് 2 ഡിഷാ പറയുന്നത്. 2 ഞാൻ എഴുതാം. 2 ഡിഷ് ഒന്നും വേണ്ടേ? എന്നുവെച്ചാ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ, അതാണ് നീ ഉദ്ദേശിച്ചേ. എന്താ എഴുതിയത്? ഇവിടെ എഴുതിയോ? ചിക്കൻ സ്റ്റൂ വേണ്ടപ്പം. ഓ, എന്താ എഴുതിയേ? അല്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോ പറയും മറ്റേ ഇവള് മെയിൻ ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നത് ഗീ റൈസ്, ചിക്കൻ കറി. എന്നാലും ഞാൻ അത് ഓർത്തടെ ഗീ റൈസും ചിക്കൻ കറി പുട്ടുണ്ടാക്കാം. പുട്ടെന്ന് മാത്രം. പുട്ടും ചിക്കൻ കറി എഴുതായിരുന്നെങ്കിൽ പുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പുട്ട് നമുക്ക് ആർക്ക് വേണേലും ഉണ്ടാക്കാലോ. പുട്ട് ഞാൻ എപ്പോഴും പറയും വേഗം ഉണ്ടാക്കാലോ, നമുക്ക് ഇന്ന് പുട്ട് ഉണ്ടാക്കിയാലോ. എന്നാലും ഇത് പോയിന്റ് പോയിട്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാതിരിക്കോട്ടോ, എനിക്ക് ഉറപ്പാ. 3 മാർക്കാ കഴിച്ചിട്ടായിട്ട്. 3 മാർക്ക്. ജിബിൻ ബ്രോ വാങ്ങാൻ ഇഷ്ടപ്പെട്ട കാറിന്റെ നെയിം. നിങ്ങളുടെ ഒരു ഡ്രീം കാർ ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എപ്പോഴും പറയുന്നതാണ്, എനിക്കറിയാം. ആക്ച്വലി ഇത് ഞാനാണ്. നീ പറഞ്ഞില്ല നിന്നെ ഞാൻ കൊല്ലും. എനിക്ക് ഇഷ്ടമുള്ള കാർ വാങ്ങിക്കാന്നാ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ കാറിന്റെ പേരൊന്നും ഓർമ്മയില്ല. ഇത് നീ പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ട കാറാണ്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ എഴുതിയപ്പോ തന്നെ കെട്ടിയവൻ പറഞ്ഞിരുന്നു ഇത് അവർക്ക് 2 പേർക്ക് അറിയാം.
കാരണം അവര് ഇടയ്ക്ക് ഇതൊക്കെ പറയുന്നതാണ്. അത് സംഭവം എന്താണെന്നറിയോ? ഇല്ല. ഇല്ല, എനിക്ക് വേഗം എന്നാലോചാക്ക് കിട്ടും. ഇതെഴുതിട്ടില്ല പുട്ട് എന്താണെന്നറിയോ? എനിക്ക് കാറിന്റെ പേര്, എനിക്ക് ആകെ ഇപ്പൊ ഉള്ള കാറിന്റെ പേര് ഓർമ്മയിൽ വരുന്നത് അല്ല, വാങ്ങാൻ നമ്മുടെ ഡ്രീം. അത് നിങ്ങൾ ഉടനെ വാങ്ങുമല്ലോ ആ കാറ്. ഇല്ല ടൈം ഔട്ട്. ഇത്ര ഇതിക്കുള്ളിൽ ഞാൻ ടൈം ഒന്നും തരില്ല കേട്ടോ. പറഞ്ഞോ. വരുന്നില്ല, ഞാൻ എഴുതിയിട്ടില്ല. എന്തായാലും ഈ പോയിന്റ് ഇല്ല. പറഞ്ഞോ. വെർണ. എന്തടി പറയാ? അപ്പൊ ആ പോയിന്റ് പോയി കേട്ടോ. ഓന് നീ വാങ്ങി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലേ ചോദിച്ചത്. അങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻ കഴിയുന്നതോടുകൂടി ആ അതൊക്കെ മാറി കിട്ടും. അടുത്ത അടുത്തത് പിന്നെ ആ ജിബിൻ ബ്രോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ഒരു പോസിറ്റീവ്. ഒരു ക്വാളിറ്റി അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയരുത്. എന്നാലും നോക്കട്ടെ എന്താ എഴുതിയോ. എല്ലാ കാര്യം പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും നോ പറയില്ല. ചെയ്തു എന്ത് പോസിറ്റീവ് തിങ്കിങ്. സപ്പോർട്ടീവ് ആണ്. അപ്പൊ അത് തെറ്റാന്നാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. സപ്പോർട്ടീവ് അതന്നെ. പക്ഷെ രണ്ടും രണ്ട് ആൻസർ ആയി പോയി. ഞാനിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു നോ പറയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ പറയണം. ഞാൻ എല്ലാം കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കറക്റ്റ് ആ ഒരു ക്വാളിറ്റിയാണ്, പോസിറ്റീവ് തിങ്കിങ്. എന്ത് പറഞ്ഞാലും ഇപ്പൊ വേണേ ഒരു കിണർ കാണിച്ചിട്ട് ഇവിടെ ചാടാന്ന് പറഞ്ഞാലും ചാടി കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുള്ളൂ. സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു മൈൻഡാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് തന്നെ. അതുകൊണ്ട് തരത്തില്ല ഞാൻ പോയി. എനിക്ക് നന്നായിട്ട് അറിയാലോ. ആ അതെ, 3 മാർക്ക്. 3 നിങ്ങൾ ഫസ്റ്റ് വരെ സ്കോർ ചെയ്താണല്ലോ. ഫസ്റ്റ് 3 ശരി. മറ്റേ ബ്ലാക്ക് മോളിന്റെ ഞാൻ ശരിയാക്കി, ഈ മനുഷ്യൻ ശരിയാക്കിയില്ല. ഒന്ന് ശരിയാക്കി. അതിന് വേണമെങ്കിൽ 3.5 തരാം കേട്ടോ. 3.5. അതിൽ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്. അതായത് നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ല ഉണ്ടായിരിക്കുന്നല്ല, ട്രാവൽ ചെയ്തതിൽ അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് അതായിരിക്കും രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം പറയാം. നിങ്ങളും നിങ്ങൾക്കൂടെ ഞാൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ ഏകദേശം. ഞാൻ ആ ക്വസ്റ്റ്യൻ വന്നപ്പോ ഓർത്തത് ഏകദേശം ശ്രീനഗർ. ഓ ശരി ശരി. എന്നാലും ഞാൻ ഓർത്ത് വേറെ പ്ലേസ്. അടുത്തത് അതായത് പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ചിലപ്പോ അതായത് അല്ല സ്റ്റെഫിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് കാണും. അതായത് നിങ്ങൾ ഇനി വാങ്ങാൻ പോവാണ് ഒരു പെറ്റ്. ഇപ്പൊ ഉള്ളതല്ല, ഇനി വാങ്ങാൻ പോകുന്ന ഒരു പെറ്റ് കാണും. എനിക്ക് ഇഷ്ടപ്പെട്ട മീനിന്റെ പേരൊന്നും എഴുതി വെക്കില്ലേ? ആദ്യം ഫോൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ പേരെന്താണെന്നറിയോ? വേണ്ട, ഇത് കട്ട് ചെയ്യണം. ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം. ഞാൻ ഈ പട്ടിപ്പൂജനൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്തോ ഇതൊരു എന്താന്ന് പറഞ്ഞാല് ഒരു ദിവസം നിങ്ങൾ രണ്ടും കൂടെ നിൽക്കുമ്പോ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭൂതം. ആ ഭൂതം ഇപ്പം സ്റ്റെഫിയോട് ചോദിക്കുവാണ്, നീ പറയുന്ന എന്തും ഞാനിപ്പം സാധിച്ചു. അതായത് നമുക്കൊരു ഡ്രീം കാണുമല്ലോ, ഒരു ഡ്രീം കാണും എന്തായാലും. അത് എനിക്ക് രണ്ടുപേരും എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും. ആ ഡ്രീം അതെന്തായിരിക്കും? ചിലപ്പോ ഒരു എന്തെങ്കിലും ഒരു വസ്തു ആകാം, എന്ത് വേണേലാകാം. അതായത് ഞാനാണ് ഭൂതം. സ്റ്റെഫി, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം, അതായത് നിനക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം കാണുമല്ലോ. കുറെ ആഗ്രഹം ഉണ്ടല്ലോ, എന്നാലും ഒരു മെയിൻ ആയിട്ടൊരു ആഗ്രഹം കാണുമല്ലോ. ഇല്ല ഇനി വാങ്ങിക്കണം. അങ്ങനെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് അതിപ്പോ സാധിച്ചു തരുന്നതായിരിക്കും. ഞാനാണ് ഞാനിപ്പോ സാധിച്ചു തരുന്നതായിരിക്കും. എല്ലാം മൊയലിനെയൊക്കെയാണ്, കുഴപ്പമില്ല.
ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വെക്കും. ഞാൻ പറഞ്ഞ ഫ്ലാറ്റ്. Yes. ഇതെനിക്ക് അറിയായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. വീടായാലും ഫ്ലാറ്റ് ആയാലും കുഴപ്പമില്ല. എനിക്ക് മെയിൻ ആയിട്ട് ഫ്ലാറ്റ് ആണ് ഏറ്റവും ഇഷ്ടം. നമ്മളിതിൽ പാറ്റേൺ കണ്ടോ, ഫസ്റ്റ് 3 ശരി, ലാസ്റ്റ് 3 ശരി. അല്ല ഇതും ശരിയാവുന്നതിനും ആ, അത് ഒരെണ്ണം ശരിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാറ് ശരിയാക്കായിരുന്നു, കാറ് ശരിയാക്കായിരുന്നു. കാരണം അതുകൊണ്ട് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞ അത് പൊട്ടത്തറ എഴുതി വെച്ചോണ്ടാണ്. ശരിയല്ലേ? അപ്പൊ ഇല്ല അരമാർക്കും തരില്ല. ഇവർക്ക് 6. അങ്ങനെയാണ് ഞങ്ങളുടെ ഷൂവിന്റെ സൈസ്. നമുക്ക് 6 ആണ്. 6 ഓക്കെ. ബാക്കി ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ സപ്പോർട്ടീവുള്ള സാധനം കമന്റ് ചെയ്യണം. ഓക്കെ. എനിക്കിപ്പോ 10-6 നിങ്ങൾക്ക് എത്രയാ? 10-6. 10 12 സോറി സോറി 12 പകുതി പകുതിയാണ് കിട്ടിയുള്ളത്. ഇതില് ഞങ്ങൾക്ക് ആകെ ഒരു അരമാർക്കിന്റെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശരിയാക്കി തരാണെങ്കിൽ കമന്റ് ഇട്ടോ. ഇവർക്ക് ഒരു മക്കളും പോസിറ്റീവ് ചെയ്യും. ഇവരൊന്നും ഷൂസിന്റെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ. കമന്റ് ഇട്ടോ. എന്തായാലും ഞങ്ങൾ ഈക്വൽ ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. അതൊരു സമാധാനം. പക്ഷേ ഈ ക്യാമറ ഓഫ് ചെയ്താൽ ഇവിടെ മുട്ട ജെട്ടി പിന്നെന്തായിരുന്നു പിന്നെ ഞാൻ പറയുന്നില്ല എന്റെ SSLC ആലോചിച്ചെഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തോ ആ ഡേറ്റിന്റെ വന്നപ്പോ പെട്ടെന്ന് ഇതായിട്ട് എഴുതാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കൊന്ന് കാണാനുണ്ട്, എനിക്കൊന്ന് കാണണം. ഓക്കെ. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.